ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നൈസ് പത്തിരി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നൈസ് പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മാത്രമല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വാട്ടാനായിട്ടുള്ള വെള്ളം എടുക്കണം. അപ്പോൾ ആ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചെടുക്കുക. കാരണം വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ മാവ് കുഴച്ചെടുത്താൽ എത്രയായാലും നന്നാവില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്ത വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഗ്ലാസ്സും അതിലേക്കൊരു 1/4 ഗ്ലാസ്സൂടെ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു പൊടി വാട്ടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പാത്രത്തിലിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരണം. അപ്പോൾ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് കൊടുക്കണം. ഇനി ഈ പൊടി ശരിക്കും ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായി ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തും നനവ് തട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിലായി കിട്ടുള്ളൂ. വാട്ടിയെടുത്ത ശേഷം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളമുള്ള രീതിയിലായിരിക്കണം. ഒരിക്കലും ഡ്രൈ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്ടാനായിട്ട് വെള്ളം എടുക്കുന്ന സമയത്ത് നല്ലോണം അളന്നിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ചൂടിൽ തന്നെ കുഴച്ചെടുത്താലേ നല്ല പത്തിരി ആവുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടായി കഴിഞ്ഞിട്ട് കുഴച്ചാലും മതി. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വാട്ടുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു പോവാതിരുന്നാൽ മതി. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഈ വെള്ളം കൂട്ടിയിട്ടാണ് ഞാനിത് പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല ഒരു ദിവസമൊക്കെ കഴിഞ്ഞാലും ആ പത്തിരി അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം കൂട്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഞാനിവിടെ പൊടി എടുക്കാൻ എടുത്തിട്ടുള്ള ആ ഗ്ലാസിൻ്റെ പകുതി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കുഴക്കുന്നത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ഭാഗമായിട്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ശരിക്കും നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഓയിൽ എടുത്ത ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ്. അതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് 2 കൈ യൂസ് ചെയ്ത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പത്തിരിക്കുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിനെ നീളത്തിലൊന്ന് പരത്തിയെടുക്കുകയാണ്. കൈകൊണ്ട് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തടവി കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബോൾസും പ്രസ് ചെയ്തെടുക്കുമ്പോൾ വേറെ ഓയിൽ പ്രസ്സിൽ പരട്ടിയെടുക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് നേരിട്ടിങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ബോൾസ് ആയിരിക്കണം ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ പ്രസ്സും ഉണ്ട്, വലിയ പ്രസ്സുകളും ഉണ്ട്. അപ്പോൾ ചെറിയ പ്രസ്സാണെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ബോൾസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പ്രസ്സിൽ വെച്ചിട്ടാണ് അമർത്തിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പ്രസ്സിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിയതാണ് 2 സൈഡിലും. കാരണം ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയില്ല. നല്ല വലുപ്പത്തിൽ തന്നെ പത്തിരി അമർത്തിയെടുക്കാനും പറ്റും നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലുള്ള പ്രസ് കുറച്ച് പഴയതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയതിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. കുറച്ച് പഴയതായി കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അമർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോ ബോൾസും അമർത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബോൾസ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കരുത്. ഇതുപോലെ ഒരു ഭാഗത്തേക്ക് കുറച്ച് നീക്കിയിട്ട് വേണം ബോൾസ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മുഴുവൻ പത്തിരികളും അമർത്തിയെടുക്കാം. നമ്മളിങ്ങനെ ഓരോ പത്തിരിയും പ്രസ് ചെയ്ത് അട്ടിയായിട്ട് വെക്കുമ്പോൾ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ പത്തിരി പൊടി തട്ടിയെടുക്കണം. നമ്മൾ ഓരോ പത്തിരിയും പൊടി തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും ഒരാൾ ഒറ്റയ്ക്കാണ് പത്തിരി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു രീതിയാണ്. ഞാനെങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ, നമ്മളൊരു പത്തിരി പ്രസ് ചെയ്ത് കഴിഞ്ഞ് ആ പൊടിയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത പത്തിരി കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ടും കൂടെ എടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ രണ്ടെണ്ണം ഒന്നിച്ച് തട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടി തട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ രണ്ട് സൈഡും പൊടി തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് മാത്രം പൊടി തട്ടിയെടുത്താൽ മതി, എന്നാലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ മുഴുവൻ പത്തിരികളും അമർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് വെച്ചിട്ടുള്ളത്. അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പാത്രം നന്നായിട്ട് ചൂടാവാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായി ചൂടായി കഴിഞ്ഞ ശേഷം മാത്രം പത്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമുക്ക് ഫസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ സൈഡ് നമ്മൾ മറിച്ചിടുന്നതിന് ആദ്യത്തെ സൈഡ് മറിച്ചിട്ടതുപോലെ പെട്ടെന്ന് മറിച്ചിടാൻ പാടില്ല. കാരണം ആ ഭാഗം നന്നായിട്ടൊന്ന് വെന്ത ശേഷം മാത്രമാണ് മറിച്ചിടേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പൊള്ളി വരുന്നത് പോലെ കാണാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തിരിയാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾ 3 എണ്ണമൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മറിച്ചിടുന്ന സമയത്ത് കല്ലിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് മറിച്ചിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭാഗത്തായിരിക്കും കുറച്ചുകൂടെ ചൂട് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് പൊള്ളി കിട്ടും. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുട്ടെടുത്ത പത്തിരി നേരെ തന്നെ നമ്മുടെ ഹോട്ട് കേസിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാതിരിക്കുക. നേരിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം മാത്രം ഹോട്ട് കേസിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈർപ്പം തട്ടിയിട്ട് നമ്മുടെ പത്തിരി ഒരു ഫ്രഷ്നെസ് ഇല്ലാണ്ടായി പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ നൈസ് പത്തിരി നമ്മൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പത്തിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ല പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.